കള്ളൻ വിജയൻ വിവാദ ലേഖനത്തിന് പിന്നാലെ ദേശാഭിമാനിയിൽ നടപടി. വരാന്തപ്പതിപ്പ് എഡിറ്ററുടെ ചുമതലയിൽ നിന്നും KR അജയനെ മാറ്റി. T ചന്ദ്രമോഹനാണ് പകരം ചുമതല. ഇന്ന് രാവിലെ അജയന്റെ ഓഫീസ് മുറി ദേശാഭിമാനി പൂട്ടിയിരുന്നു. അതേസമയം വരാന്തപ്പതിപ്പിൽ നിന്ന് ദേശാഭിമാനി മുക്കിയ ലേഖനം സാമൂഹ്യ മാധ്യമങ്ങളിൽ ലേഖകൻ പങ്കുവച്ചു. കള്ളൻ വിജയൻ എന്ന തലക്കെട്ടോടുകൂടിയാണ് ലേഖകൻ TC രാജേഷ് ലേഖനം പങ്കുവച്ചത്. KR അജയൻ നൽകിയ വിശദീകരണത്തിൽ ദേശാഭിമാനിക്കും CPM നേതൃത്വത്തിനും തൃപ്തിയായില്ല. ഇതോടെയാണ് കടുത്ത തീരുമാനത്തിലേക്ക് ദേശാഭിമാനിയും നേതൃത്വവും എത്തിയത്. അജയനോട് കഴിഞ്ഞ ദിവസം റെസിഡന്റ് എഡിറ്റർ വിശദീകരണം തേടിയിരുന്നു. എന്നാൽ കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് പാർട്ടി വിരുദ്ധമല്ലെന്നായിരുന്നു അജയന്റെ മറുപടി. തലക്കെട്ട് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും അജയൻ അത് കൂട്ടാക്കിയില്ലെന്നും മാധ്യമങ്ങൾക്ക് വിവരം ചോർത്തി നൽകിയെന്നുമുള്ള കാരണത്താലാണ് അജയനെതിരെ നടപടിയെടുത്തത്. വാരാന്ത്യ പതിപ്പിന്റെ എഡിറ്റർ സ്ഥാനത്ത് നിന്നും അജയനെ മാറ്റിയ ശേഷം പകരം ചുമതല T ചന്ദ്രമോഹന് നൽകുകയും ചെയ്തു. രാവിലെ അജയൻ ഉപയോഗിക്കുന്ന മുറി ദേശാഭിമാനി ഇതോടെ അജയൻ ഓഫീസിൽ കയറാതെ മടങ്ങി. പിന്നാലെയാണ് നടപടി. അതേസമയം വിവാദ ലേഖനം ലേഖകനായ TC രാജേഷ് ഫേസ്ബുക്കിൽ പങ്കുവച്ചു. കള്ളൻ വിജയൻ എന്ന തലവാചകത്തോടു കൂടിയ ലേഖനത്തിന്റെ പൂർണ്ണരൂപമാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ഓർമ്മക്കുറിപ്പോട് കൂടിയ വാരാന്ത്യ പതിപ്പാണ് ദേശാഭിമാനി പിൻവലിച്ചത്. സാങ്കേതിക കാരണത്താലായിരുന്നു പിൻവലിക്കുന്നത് എന്നായിരുന്നു വിശദീകരണം. എന്നാൽ കള്ളൻ വിജയൻ എന്ന തലവാചകത്തോടു കൂടിയ ലേഖനം ഉൾപ്പെട്ടതാണ് വാരാന്ത്യ പതിപ്പ് പിൻവലിക്കാൻ ദേശാഭിമാനിയെയും CPM നേതൃത്വത്തെയും പ്രേരിപ്പിച്ചത്. ജനം, തിരുവനന്തപുരം.